വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നൈട്രജൻ മെറ്റബോളിസത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നൈട്രോജനസ് ആക്ടിവിറ്റി, നൈട്രിഫിക്കേഷൻ, അതിനുശേഷമുള്ള അമോണിഫിക്കേഷൻ, ഈ ഒരു 3 സ്റ്റെപ്സ് ആണ് ഈ ഒരു സ്ലൈഡിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് മൊഡ്യൂൾ ഫോർമേഷൻ എങ്ങനെയാണ്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്താണ് എന്നൊക്കെ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ ആ ഒരു ടോപ്പിക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. മിനറൽ ന്യൂട്രീഷൻ, പ്ലാന്റിലുള്ള മിനറൽ ന്യൂട്രീഷനിലെ നൈട്രജൻ മെറ്റബോളിസത്തിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നൈട്രോജനേസ് ആക്ടിവിറ്റി, അതിലൂടെയുള്ള നൈട്രിഫിക്കേഷൻ, പിന്നെയുള്ള 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള അമോണിഫിക്കേഷൻ, ഈ 3 സ്റ്റെപ്പുകളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ എന്ന് വെച്ചാൽ നൈട്രജനെ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും, അവനെ യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റും. കോമൺലി എന്താ, ഈ നൈട്രജനെ അമോണിയ ആക്കി മാറ്റുകയാണ് ചെയ്യുക. അതാണ് നൈട്രിഫിക്കേഷൻ. നൈട്രജൻ ഇൻറ്റു അമോണിയ, നൈട്രജനെ അമോണിയ ആക്കി മാറ്റും. ഇവിടെ ഒരു ഏറോ മാർക്ക് വരക്കാം. അപ്പോൾ നൈട്രജനെ നമ്മൾ അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇനി ഒരു നൈട്രജൻ ഫിക്സേഷൻ എന്താവശ്യമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നൈട്രോജനേസ് എൻസൈം, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയയിലുള്ള ഒരു എൻസൈമാണ് നൈട്രോജനേസ് എൻസൈം. അതിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഈ ഒരു നൈട്രോജനേസ് എൻസൈം ആണ് ഈ ഒരു നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്ന പ്രവർത്തനം നടത്തുന്നത്. നൈട്രോജനസ് എൻസൈമിന് എന്തുണ്ട്, 2 സബ് യൂണിറ്റ് ഉണ്ട്. അയേൺ പ്രോട്ടീനും ഉണ്ട്, അയേൺ മോളിബ്ഡിനം പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആവശ്യം ഈ ഒരു നൈട്രജൻ ഫിക്സേഷന്. രണ്ടാമത്തതാണ് ലെഗ് ഹീമോഗ്ലോബിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൈസോബിയം എന്ന് പറയുന്ന ഒരു എറോബിക് ബാക്ടീരിയ ആണ്. പക്ഷെങ്കിൽ ഈ നൈട്രോജനേസിന്റെ ആക്ടിവിറ്റീൻ്റെ സമയത്ത് അവ ഒരു അനേറോബിക് ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ, അനേറോബിക് കണ്ടീഷനിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഒരു അനേറോബിക് കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ലെഗ്യുമിനസ് പ്ലാന്റിൽ കാണുന്ന ഒരു ഹീമോഗ്ലോബിൻ ആണ് ലെഗ് ഹീമോഗ്ലോബിൻ. അവിടെ ഫംഗ്ഷൻ എന്താ, ഓക്സിജനെ സ്കാവൻ ചെയ്യും, ഓക്സിജനെ പിടിച്ചു വെക്കും, ഓക്സിജൻ അവിടുന്ന് ഓക്സിജനെ എടുത്ത് മാറ്റും. അതാണ് ലെഗ് ഹീമോഗ്ലോബിൻ. അപ്പോഴവിടെ എന്തുണ്ടാവും, ഒരു അനേറോബിക് കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ അതൊരു ഹൈഡ്രജൻ ഡോണറാണ്. അതായത് നമ്മളുടെ പ്രോസസ്സ് എന്താ, നൈട്രജനെ അമോണിയ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഹൈഡ്രജനെ കൊടുക്കാൻ ഒരാൾ വേണം. അയാളാണ് നമ്മളുടെ ഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. പിന്നെ ഇത് എനർജിയുടെ പ്രസൻസിൽ നടക്കുന്നതാണ്. പിന്നെ അമോണിയ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ കാർബണൊക്കെ വേണം. അപ്പം നമുക്ക് പ്രോസസ്സ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എന്തുണ്ട്, ഒരു നൈട്രോജനേസ് എൻസൈം ഉണ്ട്. അപ്പോൾ ഞാനൊരു നൈട്രോജനേസ് എൻസൈമിനെ വരക്കാം. ഇതാണ് നമ്മുടെ നൈട്രോജനേസ് എൻസൈം. ഈ ഒരു എൻസൈമിൻ്റെ അകത്തേക്ക് ആര് വരണം, നമ്മളുടെ നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, N ട്രിപ്പിൾ ബോണ്ട് N ആയിട്ടല്ലേ കാണാം. അതായത് 2 നൈട്രജൻ ആറ്റങ്ങൾ ട്രിപ്പിൾ ബോണ്ട് വഴി കൂടിച്ചേർന്നെയാണ് നൈട്രജൻ മോളിക്യൂളായിട്ട് മാറുന്നത്. ആ ഒരു നൈട്രജൻ നമ്മളുടെ നൈട്രോജനേസ് എൻസൈമിലേക്ക് വരും. നമുക്ക് റെഡ് കളറിൽ ആ ഒരു നൈട്രജനെ വരക്കാം. ഇതൊരു നൈട്രജൻ ആറ്റം, ഇത് രണ്ടാമത്തെ നൈട്രജൻ ആറ്റം. ഇവ തമ്മിൽ എത്ര ബോണ്ട് ഉണ്ടാവും, 3 ബോണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഒന്നുമില്ല. അപ്പോഴാണ് നമ്മളുടെ ഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, ഈ ഒരു ബ്രേക്ക്, ഈ ഒരു ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് എന്ത് ചെയ്യും, അങ്ങ് ബ്രേക്ക് ആവും. ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് എന്താകും, ഡബിൾ ബോണ്ടും ഉണ്ടാകും. അവിടെ എന്തുണ്ടാകും, ഒരു ഹൈഡ്രജന്റെ സ്ഥലം. ഒന്നുകൂടി നമുക്ക് ഇവിടെ വരക്കാം. ഇതാണ് നമ്മളുടെ നൈട്രോജനേസ് എൻസൈം. ഇവിടെ 2 നൈട്രജൻ ബോണ്ട് ഉണ്ട്. റെഡ് കളറാണ് നൈട്രജൻ, ഇത് 2 നൈട്രജൻ ആണ്. ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് എത്രയായിട്ട് മാറും, ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ ഒരാളും കൂടി കൂടെ വരും അല്ലേ, ഒരു ബോണ്ട് ബ്രേക്ക് ആയില്ലേ. ഇതാണ് ബ്രേക്ക് ആയ ബോണ്ട്. ആ ബ്രേക്ക് ആയ ബോണ്ടിലേക്ക് ആര് വരും, ഹൈഡ്രോജനേസ് ആണ് ആള്. ഹൈഡ്രോജനേസ് എന്ന് പറയുമ്പോൾ അവർ ഹൈഡ്രജനെ ആഡ് ചെയ്യും. 2 ഹൈഡ്രജൻ അവിടെയും ഇവിടെയും കൊടുക്കും. അപ്പോൾ ഇത് നൈട്രജൻ ആണ്. ഇവിടെ എഴുതണോ നൈട്രജനെ,
ഒന്നിൽ മാത്രം എഴുതാം. അപ്പോൾ ബാക്കി എല്ലാത്തിലും നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഒരു ബോണ്ട് ബ്രേക്ക് ആയി. അപ്പോൾ ഇത് എന്ത് ചെയ്യും? പിന്നെയും ഈ ഒരു സെയിം ഹൈഡ്രോജനേസ് എൻസൈമിന്റെ ആക്ടിവിറ്റി കൊണ്ട് തന്നെ പിന്നെയും ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഈ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയി എന്ന് വെച്ചോ. നമുക്ക് വരച്ചിട്ട് അതിൽ തന്നെ വരക്കാം. ഈ ഒരു ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ആയി. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയതിനു ശേഷം അവിടെ എന്ത് വരും? ഒരു ഹൈഡ്രജൻ ബോണ്ടും കൂടി ഇവിടെ കൂടെ വരും അല്ലേ? ഒരു ഹൈഡ്രജൻ ബോണ്ടും കൂടി കൂടെ വരും. ഓക്കെ, ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടും കൂടി അപ്പുറത്തും ഇപ്പുറത്തും വരുന്നു. 2 H ആയി. ഓക്കെ, 2 H ആയി. ഇപ്പോൾ 2 H ആയി. നമുക്ക് ഒരു H കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെയും ഈ ഒരു ഹൈഡ്രോജനേസ് ആക്ടിവിറ്റി വരും. നമ്മളുടെ മൂന്നാമത്തെ ബോണ്ടും അങ്ങ് ബ്രേക്ക് ആയി. ഓക്കെ, മൂന്നാമത്തെ ബോണ്ടും അങ്ങ് ബ്രേക്ക് ആകും. ഓക്കെ, സോറി, ഒന്നുകൂടി വരച്ചു വെക്കാം. ഓക്കെ, ഇവിടെ ഒരു നൈട്രജൻ, അവിടെ ഒരു നൈട്രജൻ, മൂന്നാമത്തെ ബോണ്ടും കൂടി ബ്രേക്ക് ആവും. ആ ഒരു ബോണ്ട് ഇവിടെ വരും. ഓക്കെ, ആ ഒരു ബോണ്ട് ഇവിടെ വരും. അവിടെയും H. അപ്പോൾ 2 N ആയിട്ട് മാറി. ഇതാണ് നമ്മളുടെ N. ഇവിടെയും ഒരു N, ഇവിടെയും ഒരു N ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് എത്ര ഹൈഡ്രജൻ? 1 2 3 3 ഹൈഡ്രജൻ. ഓരോതിലും 3 ഹൈഡ്രജൻ ആയിട്ട് മാറും. അപ്പോൾ എത്ര? 2 NH3 ആയിട്ട് മാറി. 2 NH3 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 NH3 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നൈട്രോജനേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കെമിക്കൽ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഉള്ളത് ആരാ? നൈട്രജൻ അല്ലേ? നൈട്രജൻ, 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ സ്കാവഞ്ചർ ഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു? ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ATP എനർജി വേണം. 16 ATP വേണം. എന്നിട്ട് നമ്മൾ നൈട്രജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 2 അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ATP സ്പ്ലിറ്റ് ചെയ്തിട്ട് ADPയും PIയും ആകും. പിന്നെ ഈ ഹൈഡ്രജൻ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നൈട്രോജനേസ് ആക്ടിവിറ്റി എങ്ങനെയാണ് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൈട്രിഫിക്കേഷൻ ആണ്. നൈട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു അമോണിയനെ നമ്മൾ വേറൊരു യൂസ്ഫുൾ പാർട്ടിലേക്ക് മാറ്റുക. അമോണിയനെയാണ് നമ്മൾ ഇവിടെ മാറ്റുന്നത്. അതായത് ഇവിടെ അമോണിയ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് NH4+ എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. അമോണിയ NH4+. ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പം നൈട്രോജനേസ് ആക്ടിവിറ്റിന്റെ സമയത്ത് മാത്രമേ അവിടെ ഓക്സിജൻ ആവശ്യമില്ലാണ്ടുള്ളൂ. ഇവിടെ നൈട്രോജനേസ് എൻസൈം അല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓക്സിജന്റെ പ്രസൻസിലാണ് നൈട്രിഫിക്കേഷൻ നടത്തുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് അമോണിയനെ നമ്മൾ നൈട്രേറ്റ് അങ്ങനെയൊക്കെ ആക്കി മാറ്റുക ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒന്നാമത്തെ ഒരു പ്രോസസ്സ് അമോണിയനെ ഓക്സിജന്റെ പ്രസൻസിൽ നൈട്രൈറ്റ്, ഒന്നാമത് NO2- എന്ന് വെച്ചാൽ നൈട്രൈറ്റ് ആണ്. നൈട്രൈറ്റ് ആക്കി മാറ്റാൻ നമുക്ക് 2 എൻസൈംസ് സഹായിക്കുന്നുണ്ട്. ഒന്ന് നൈട്രോസോമോണാസ്, രണ്ടാമത്തത് നൈട്രോകോക്കസ്. അപ്പോൾ അതാണ് നൈട്രിഫിക്കേഷനിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. അമോണിയനെ നൈട്രൈറ്റ് ആക്കി മാറ്റും. അതായത് ഒരു ഓക്സിജനെ ആഡ് ചെയ്യും. അമോണിയനെ മാറ്റിയിട്ട് ഓക്സിജൻ മോളിക്യൂളിനെ ആഡ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാകും? വാട്ടർ റിലീസ് ചെയ്യും. ഇനി രണ്ടാമത്തതോ, ഈ NO2-ലെ NO2- അതായത് നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റും. നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആണ് ഇത്, നൈട്രേറ്റ് ആക്കി മാറ്റും. അതും ഓക്സിജന്റെ പ്രസൻസിലാണ്. ഏത് എൻസൈമിന്റെ സഹായത്തോടെ? നൈട്രോബാക്ടർ. അവിടെയും വാട്ടർ മോളിക്യൂൾസ് റിലീസ് ചെയ്യും. ഇനി ഇത് നൈട്രൈറ്റ് അസിമിലേഷൻ ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് യൂസ്ഫുൾ ഫോം ആണ്. അത് ആവശ്യമുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അമോണിയനെയാണ് ഈ ഒരു ഫോമിലേക്ക് മാറ്റിയത്. ഇനി ബാക്കി തിരിച്ച് കുറച്ച് അമോണിയ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഒരു അമോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഓർഗാനിക് നൈട്രജൻ ഫോം ഉണ്ടാകും. ആ ഓർഗാനിക് നൈട്രജൻ ഫോമിനെ നമ്മൾ അമോണിയ ആക്കി മാറ്റും. ഏതെങ്കിലും ഒരു ഓർഗാനിക് നൈട്രജൻ അമോണിയ ആക്കി മാറ്റും. അതാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ഏതെങ്കിലും ഓർഗാനിക് നൈട്രജൻ്റെ അകത്തുനിന്നും അല്ലെങ്കിൽ മെയിൻലി യൂറിയ ഉണ്ടാവുമല്ലോ, ആ യൂറിയയിൽ നിന്നും അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നടത്തുന്നത്. അപ്പം ഇത്രയാണ് ഒരു മെറ്റബോളിസത്തിലുള്ള സ്റ്റെപ്പ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ്സിലായിട്ട് നോഡ്യൂൾ ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൈട്രോജനേസ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ ഫിക്സേഷൻ, പിന്നെ ഉള്ളത് നൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ. ഈ 4 പ്രോസസ്സ് പറഞ്ഞു. ഇനി അടുത്ത
അടുത്ത ക്ലാസ്സിലായിട്ട് നൈട്രേറ്റ് അസിമിലേഷൻ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഇതിൽ കൂടുതൽ വീഡിയോയിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.